ശിവോഹം ജ്യോതിഷ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വീട്ടിൽ നമുക്ക് വിളക്ക് കത്തിക്കും, നിലവിളക്ക് കത്തിക്കും. നിലവിളക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിലവിളക്ക് കത്തിക്കുമ്പോൾ നിലവിളക്ക് കെടുത്തിയ ശേഷം ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ആ വീട്ടിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. അന്നു തൊട്ട് ആ വീട്ടിൽ അത്ഭുതകരമായ ഭഗവാൻ നാരായണൻ്റെയും മഹാലക്ഷ്മിയുടെയും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. ഈ ഒരു കാര്യം ചെയ്താൽ മാത്രം തന്നെ. നിലവിളക്ക് കെടുത്തിയ ശേഷം ഉടനെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക, ബാക്കി നിങ്ങൾക്ക് അനുഭവത്തിൽ മനസ്സിലാകും. ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ലളിതമായ കാര്യമാണ്. 1 രൂപ ചിലവില്ലാതെ എല്ലാവർക്കും വിളക്ക് കത്തിക്കുന്ന എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ്. ഈ വിളക്ക് കത്തിക്കാത്തവരാണെങ്കിലും വിളക്ക് കത്തിക്കണം, അതിനകത്ത് കാര്യമുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ വീഡിയോ ദയവായി നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇത് എനിക്ക് വേണ്ടിയല്ല, ഇതെല്ലാവർക്കും വേണ്ടി പറയുകയാണ്. ഇത് നിങ്ങൾ മുഴുവൻ കാണണം, നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യണം. എങ്ങനെയാണെങ്കിലും മതി. ഒരുപാട് ആളുകളിലേക്ക് ഈ നല്ല കാര്യങ്ങൾ എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ശിവഭഗവാനിൽ ആഗ്രഹം സമർപ്പിക്കുന്നു. ബാക്കിയെല്ലാം ഭഗവാൻ ചെയ്തുകൊള്ളും എന്ന വിശ്വാസത്തിൽ ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോഴേ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യം ഇതുപോലെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരികയില്ല, ഒരിടത്തും പറഞ്ഞു തരികയില്ല. ഈ വീഡിയോ ഇടുന്ന ഡേറ്റ് നോക്കി അറിയാം, ഇതുവരെ ആരും ഇതുപോലെ പറഞ്ഞിട്ടുമില്ല, ഇതുപോലെ രഹസ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് മുഴുവൻ കാണുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം സൃഷ്ടിച്ചിരിക്കും. 100% എനിക്ക് ഉറപ്പാണ്. യാതൊരു വ്യത്യാസവുമില്ല. 100% ശരിയായിട്ട് മനസ്സിലാക്കിയാൽ. അങ്ങനെയുള്ള ഞാൻ ഇതുവരെ പറയാത്ത കാര്യമാണ്, ആരും പറഞ്ഞു തരാത്ത രഹസ്യമാണ്. ഇത് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം, സന്തോഷം, ഐശ്വര്യം, ഭഗവാൻ നാരായണൻ്റെയും മഹാലക്ഷ്മിയുടെയും പൂർണ്ണ അനുഗ്രഹം വീട്ടിൽ ഉണ്ടാകുന്ന, ഉറപ്പായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. മുഴുവൻ കാണാൻ ശ്രമിക്കുക. മുഴുവൻ കാണണം കേട്ടോ. എൻ്റെ നല്ല ആരുടെ വീഡിയോ ആണെങ്കിലും മുഴുവൻ കാണണം. അറ്റം മൂലം കണ്ടിട്ട് ആവേശം കൊണ്ട് ചെയ്യാൻ പോകരുത്. മുഴുവൻ 1, 2, 3 തവണയോ സമാധാനമായിട്ട് കണ്ടിട്ട് ശരിക്കും മനസ്സിലാക്കിയിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും അത് ഫലമാകും. ഇനിയും ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അത് സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല, കാരണം സമയമെടുത്താണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്തത്. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ഹസ്തരേഖ, ഗ്രഹനില, സംഖ്യാ ജ്യോതിഷം ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ചെയ്യണമെന്നുള്ളൊരു വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പം മറുപടി കൊടുക്കും. എങ്ങനെ ചെയ്യണമെന്ന് പറയും. ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും നല്ല മന്ത്രങ്ങളും ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, ഒരാൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് എല്ലാവരും ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് പേരുടെ മാത്രം പറ്റുന്നത്. കാരണം സമയമില്ല, എല്ലാവരും ചെയ്യാനും പറ്റത്തില്ല. അതുപോലെ മെസ്സേജുകൾ വരുമ്പോൾ 10,000-3500 മെസ്സേജൊക്കെ വന്നു കഴിയുമ്പം നമുക്ക് വളരെ ചുരുക്കം മാത്രമേ വർക്കുകൾ എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും കൺസൾട്ടിങ് ഇല്ല. കാരണം വാട്സാപ്പിലെ തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. സാഹചര്യം അതാണ്, പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ ഒരുപാട് വർക്കുകളൊന്നും അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യുക. ബാക്കി സമയം ഞാൻ ക്രിയായോഗ അഭ്യസിച്ച ആളാണ് ഗുരുക്കളിൽ നിന്ന്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ, പ്രാണായാമം ഒക്കെ എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളുണ്ട്. ചെയ്യാവുന്ന കുറച്ച് വർക്കുകൾ ചെയ്യുക. ബാക്കി സമയം എൻ്റേതായ ധ്യാനം, യോഗ, പ്രാണായാമം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ശിവവിദ്യ, ഇത്തരം കാര്യങ്ങളാണ് ബാക്കി സമയം ചെയ്യുന്നത്. അപ്പോൾ ഇത് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. വിളക്ക് കത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ആദ്യമേ അറിയണം. നമ്മളുടെ ഒരു ദിവസത്തിൻ്റെ ആരംഭം വീട്ടിൽ നിന്നാണ്. ആ വീട്ടിൽ നിന്ന് ആണ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ ആരംഭം എങ്ങനെ ആണ് എന്നുള്ള അനുസരിച്ചിരിക്കും ആ ദിവസത്തെ തുടർന്നുള്ള കാര്യങ്ങളും. നല്ല രീതിയിലൊരു വീട്ടിൽ നിന്നൊരു ആരംഭം ഉണ്ടായാൽ, ഒരു ദിവസം ആരംഭിച്ചാൽ അന്നത്തെ ദിവസം നമ്മുടെ മനസ്സ് ശാന്തമാകുകയും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ കൊടുക്കാൻ പറ്റുകയും ആ ദിവസം പ്രയോജനപ്പെടുത്താനും പറ്റും. അപ്പം ഒരു ദിവസം ആരംഭിക്കുന്ന വീട്ടിൽ നിന്നാണ്. വീട്ടിൽ നിങ്ങൾ രാവിലെ വിളക്ക് തെളിയിക്കണം. അങ്ങനെ ഒരു ദിവസം ആരംഭിച്ച് നോക്കിക്കേ, ജീവിതത്തിൽ മാറ്റം വരുമോ ഇല്ലയോ എന്ന് എന്നിട്ട് നിങ്ങൾ നോക്കുക. വിളക്ക് തെളിയിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുമുണ്ട്. അപ്പം അത് ഞാൻ സാമാന്യം ജസ്റ്റ് അതൊന്ന് പറയും. ഇന്ന് ഞാൻ അതല്ല പറയുന്നത്. വിളക്ക് കെടുത്തിയ ശേഷം എന്ത് ചെയ്യണമെന്ന് അത് ഞാൻ ആദ്യം പറയാം.
കെടുത്തിയ ശേഷം എന്തു ചെയ്യണം, എന്നിട്ട് വിളക്ക് കത്തിക്കേണ്ടതെന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. അപ്പോൾ വിളക്ക് കെടുത്തിയ ശേഷം ഒരു കാര്യം ചെയ്താൽ നാരായണൻ്റെയും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ആ വീട്ടിലുണ്ടാകും. വലിയ മാറ്റം, അത്ഭുതകരമായ ഭഗവാന്റെ നാരായണൻ്റെ അനുഗ്രഹം ആ കുടുംബത്തിനുണ്ടാകും, ആ വീട്ടിലുണ്ടാകും. അത് പറഞ്ഞിട്ട് വിളക്കൊക്കെ തെളിയിക്കുന്നതിനെക്കുറിച്ച് ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പം വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും എന്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി തെളിയിക്കുക. ഐശ്വര്യത്തിനും ജീവിതത്തിൽ നല്ല ഒരു ഉയർച്ചയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണ്. ആ ചിന്തയോടുകൂടി വിളക്ക് തെളിയിക്കണം. നമ്മൾ ഏതൊരു മംഗളകാര്യത്തിനും, ഒരു ഉദ്ഘാടനമായിക്കോട്ടെ, ഒരു സ്ഥാപനം തുടങ്ങുകയായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ അങ്ങനെയുള്ള മംഗളകാര്യങ്ങൾക്കെല്ലാം വിളക്ക് തെളിയിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ഒരു മംഗളമായ നല്ലൊരു കാര്യം മംഗളമായിട്ട് നടക്കാൻ വേണ്ടി വിളക്കിൻ്റെ അഗ്നിയെ സാക്ഷിയാക്കിയാണ്. ഒരു വിവാഹമായിക്കോട്ടെ, ഒരു കട ഉദ്ഘാടനമായിക്കോട്ടെ, പുതിയൊരു സംരംഭം തുടങ്ങുമ്പോഴായിക്കോട്ടെ ദീപം തെളിയിച്ച് തുടങ്ങുന്നത് അത് ഐശ്വര്യമായിട്ട് വരാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന വീട്ടിൽ നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ആ ദീപം തെളിയിച്ചുകൊണ്ട് തുടങ്ങിയില്ല എങ്കിൽ നിങ്ങൾ മറ്റെന്ത് കാര്യങ്ങൾ ചെയ്തിട്ടും കാര്യമുണ്ടോ? മറ്റെന്ത് ചെയ്തിട്ടും കാര്യമുണ്ടോ? നമ്മളുടെ ഏറ്റവും ആവശ്യമുള്ള കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന വീട്ടിലാണ്. ആ വീട്ടിൽ നിന്നാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്ന ജോലിക്ക് ഒരു ദിവസം ആരംഭിക്കുന്നത്. ആ വീട്ടിൽ ചെയ്യേണ്ട ഏറ്റവും ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യം ചെയ്യാതെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമുണ്ടോ? ഇപ്പോഴേ ഭാരതീയ ആചാരങ്ങൾ, മഹർഷീശ്വരന്മാർ, ആചാര്യന്മാർ ഇവരൊക്കെ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൃതദേഹം കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്, സംസ്കരിക്കുകയാണ് അല്ലേ? അത് ആചാരവിധികളോടുകൂടി നമ്മളതിനെ സംസ്കരിക്കുക, അത് അഗ്നി ഉപയോഗിച്ച് മൃതദേഹം ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മറ്റു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമെല്ലാം അവരൊക്കെ അവരുടേതായ രീതിയിലാണ്. അതൊക്കെ അവരുടെ കാര്യമാണ്, അത് ഓരോരുത്തരുടെയും കാര്യമാണ്. അതിനകത്ത് തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പോൾ കൊറോണ സമയത്തൊക്കെ ലോകത്തെല്ലായിടത്തും മൃതദേഹം ഈ ദഹിപ്പിച്ച് കളയുകയായി, പലയിടത്തും ദഹിപ്പിച്ച് കളയുകയായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? അതാണ് പ്രകൃതിക്ക് ചേർന്നത് രീതി. അത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ആചാര്യന്മാർ നമ്മുടെ മൃതദേഹം ദഹിപ്പിക്കുന്ന രീതിയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ശരിയാണെന്ന് ലോകത്ത് തെളിഞ്ഞു കഴിഞ്ഞു. അതുപോലെ കൊറോണ സമയത്ത് പാശ്ചാത്യർ ആരെ കണ്ടാലും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും അല്ലേ? അങ്ങനെ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. പക്ഷെ നമ്മളെന്താ? നമസ്കാരം. അപ്പോൾ അതാണ് ശരിയെന്ന് നമുക്ക് ആ കൊറോണ സമയത്ത് മനസ്സിലായി. കാരണം കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ ആ കൊറോണ എന്ന് പറഞ്ഞ അണു പകരും. അപ്പം നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സനാതനധർമ്മം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമസ്കാരം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, ആദരവുണ്ട്, സമത്വമുണ്ട്. അതായത് താങ്കളെ ഞാൻ വണങ്ങുന്നു എന്ന് പറയുമ്പോൾ എന്നെ ഞാൻ ബഹുമാനിക്കുന്ന പോലെ തന്നെയാണ് താങ്കളെ ബഹുമാനിക്കുന്നത്. പ്രപഞ്ചത്തിലെല്ലാത്തിനും ആ സമത്വമുണ്ട്. അങ്ങനെയുള്ള മഹത്തായ ഒരു രീതിയാണ് ആചാര്യന്മാർ അല്ല ഋഷീശ്വരന്മാർ നമുക്ക് പകർന്നു നൽകിയത്. അപ്പോൾ അതും ശരിയാണെന്ന് കൊറോണ സമയത്ത് മനസ്സിലായി. ഇനി വിളക്ക് തെളിയിക്കുന്നത് ശരിയാണെന്ന് ഇപ്പോൾ എല്ലായിടത്തും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മിക്കവാറും ഏതൊരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്താലും വിളക്ക് തെളിയിക്കാറുണ്ട്. അത് പലർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുപോലെ ഓരോ കാര്യങ്ങളും ഇപ്പം വിളക്ക് തെളിയിക്കുന്ന പ്രാധാന്യം കുറച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും വിളക്ക് തെളിയിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ വിളക്ക് കെടുത്തിയ ശേഷം ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ വിളക്ക് കെടുത്തിയ ശേഷം ചെയ്യണമെന്ന് പറഞ്ഞ്? ഒരു കാര്യം തുടങ്ങുന്നത് പോലെ തന്നെ പ്രാധാന്യമാണ് അവസാനിപ്പിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ അറിവ്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്. അഭിമന്യു പത്മയുഗത്തിൽ കയറി ഇറങ്ങാൻ അറിയത്തില്ലായിരുന്നു. എന്തു പറ്റി? പെട്ടുപോയി. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒരു കാര്യം തുടങ്ങാൻ പഠിച്ചാൽ പോരാ, നിർത്താനും പഠിക്കുക. അത് ശരിയായിട്ട് അവസാനിപ്പിക്കാനും പഠിക്കണം. അതാണ് ശരിയായ പഠിത്തം. ഇപ്പോൾ നമുക്ക് ക്രിയായോഗ എൻ്റെ ഗുരുനാഥൻ തന്നു. അതിൻ്റെ ആദ്യ അന്തം എൻ്റെ ഗുരുനാഥൻ എന്നെ എന്ത് പഠിപ്പിച്ചോ അത് മൊത്തമായിട്ടാണ് പഠിപ്പിച്ചത്. അല്ലാതെ തുടങ്ങാൻ മാത്രം പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അതാണ് പൂർണ്ണമായ അറിവ്. ഇപ്പോൾ ഒരു കാര്യം തുടങ്ങുന്നത് മാത്രമല്ല, അത് ശരിയായിട്ട് അവസാനിപ്പിക്കുന്നതും അതുകൂടി അറിയുമ്പോഴാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് പൂർണ്ണ ഫലമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വിളക്ക് തെളിയിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമാണ് അതെങ്ങനെ ആ വിളക്ക് അണയ്ക്കുന്നു, അണച്ച ശേഷം എങ്ങനെ ചെയ്യണം എന്നുള്ളത്.
വിളക്ക് തെളിയിക്കുമ്പോൾ ഈശ്വര സ്മരണയോടാണ്, പ്രാർത്ഥനയോടുകൂടിയാണ് വിളക്ക് തെളിയിക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. ഇത് അണയ്ക്കുമ്പോൾ വെറുതെ അങ്ങ് അണയ്ക്കുക, പലരും ഈശ്വര സ്മരണയോട് കൂടിയല്ല. വിളക്ക് തെളിയിക്കുമ്പോൾ ഈശ്വര സ്മരണയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ആണെങ്കിൽ വിളക്ക് അണയ്ക്കുമ്പോഴും ഈശ്വര സ്മരണയോടുകൂടി പ്രാർത്ഥനയോടുകൂടി തന്നെ ചെയ്യണം. അപ്പോഴേ അത് പൂർണ്ണമാകത്തുള്ളൂ. അല്ലെങ്കിൽ അത് അപൂർണമാണ്. ശ്രദ്ധിച്ച് കേട്ടോളുക. ഇതാ പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എങ്ങൂന്നും ആരും പറഞ്ഞു തരാത്ത രഹസ്യമായ ആ ഋഷീശ്വരന്മാരിൽ നിന്ന്. ഞാൻ ശിവവിദ്യ ചെയ്യുന്ന ആളാണ്, ക്രിയായോഗ സ്വീകരിച്ച ആളാണ്. നമ്മുടെ സൗഹൃദങ്ങളെല്ലാം സന്യാസി ശ്രേഷ്ഠന്മാർ അത്തരത്തിലുള്ള ആളുകളുമായിട്ടാണ്. അപ്പോൾ അതിനിഗൂഢമായ അറിവായി പറഞ്ഞു തരുന്നത്. ഇതെങ്ങൊന്നും കിട്ടത്തില്ല, വേറെ ഒരിടത്തൊന്നും കിട്ടത്തില്ല. ഇതുപോലെ ശിവഭഗവാന്റെ ഓച്ചറായി ഇരുന്നപ്പോൾ ഭഗവാൻ ആ ധ്യാനത്തിൽ എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടായതാണ്. കാരണം ഞാൻ ചെയ്യുന്ന ആ ശിവവിദ്യ അത്തരത്തിലുള്ള ശിവവിദ്യയാണ്. അതുകൊണ്ടാണ് ഒരു കാര്യം ശരിയായിട്ട് ചെയ്യുമ്പോഴാണ് അത് ബലം ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയുള്ള അറിവുകളല്ല തിരിച്ചറിവുകളാണ് ഈ പറഞ്ഞു തരുന്നത്. ഇത് കാണാതെ പോയാലൊരു നഷ്ടം തന്നെയാണ് ജീവിതത്തിൽ, ഒരു സംശയം വേണ്ട, 100% ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ വിളക്ക് കെടുത്തിക്കഴിഞ്ഞ് വിളക്ക് കത്തിക്കുന്നതും കെടുത്തുന്നതും ഞാൻ അവസാനം ഒന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പ് വിളക്കണച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വലത് കാല് അല്പം ഒരു പൊടിക്ക് അല്പം മുന്നോട്ട് വെച്ച് വിളക്കിൻ്റെ ഈ കൂർച്ചമില്ലേ, ഈ മുകളിലോട്ടിരിക്കുന്ന കൂർത്തിരിക്കുന്ന അതിൽ നിങ്ങളുടെ വലത് കൈയുടെ ഉള്ളം കൈ തൊട്ട് ഓം നമോ നാരായണായ എന്ന് പൂർണ്ണമായിട്ടും ഭഗവാൻ നാരായണനിൽ മനസ്സ് കൊടുത്തുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. നിങ്ങളുടെ ഉള്ളം കൈ ഭഗവാനിലായിരിക്കണം പൂർണ്ണ മനസ്സ്, വേറെ ഒരു ചിന്തയും പോകാൻ പാടില്ല. നിങ്ങളുടെ ചുറ്റും പല ശബ്ദങ്ങൾ കാണും, പല ചിന്തകൾ കാണും, നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾ കാണും. എല്ലാം വിട്ടേക്കുക. നാരായണനിൽ മാത്രം മനസ്സ് സങ്കല്പിച്ച്, ഭഗവാൻ നാരായണനെ മനസ്സിൽ സങ്കല്പിച്ച് ഓം നമോ നാരായണായ എന്ന് ആ വിളക്കിൻ്റെ ഈ കൂർച്ചം കാണുമല്ലോ, ആ കൂർച്ചത്തെ തൊട്ട് ഒരു തവണ വലതുകാൽ അല്പം മുന്നോട്ട് വെച്ച് ജപിക്കുക. വിളക്ക് കെടുത്തിയ ശേഷം, പൂർണ്ണമായിട്ട് കെടുത്തിയ ശേഷം, എന്നിട്ട് നിങ്ങൾ വിളക്കിൻ്റെ അവിടെ നിന്ന് സ്വല്പം എങ്ങോട്ട് മാറി വടക്കോട്ട് മാറി നിന്ന് പടിഞ്ഞാട്ട് തിരിഞ്ഞ് ഓം നമോ നാരായണായ എന്ന് ഭഗവാൻ നാരായണനെ നിങ്ങളുടെ വലത് കൈ വലത് നെഞ്ചിൻ്റെ ഭാഗത്ത് തൊട്ട് ജപിക്കുക. മതി, ഇത്രയും മതി. ഇത് നിങ്ങൾ കൃത്യമായിട്ട് നാരായണനിൽ മനസ്സ് സങ്കല്പിച്ച് മറ്റു ചിന്തകളില്ലാതെ ചെയ്തു നോക്കിക്കൂ. എല്ലാ ദിവസവും വിളക്കടച്ചു കഴിഞ്ഞ് ഇത് ചെയ്തു. ആ വീട്ടിൽ നാരായണൻ്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ മഹാലക്ഷ്മിയും കൂടെ തനിയെ വന്നു ചേർന്നോളും. നാരായണൻ്റെയും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും. ആ വീട്ടിലെ കലഹങ്ങൾ മാറും. ആ വീട്ടിൽ സമ്പത്തിനുള്ള മാർഗങ്ങൾ വരും. സമാധാനം, ഐശ്വര്യം, സമ്പത്ത്, അഭിവൃദ്ധി, ഭഗവാൻ നാരായണൻ്റെ അനുഗ്രഹം വരുമ്പോൾ എല്ലാം വന്നു ചേർന്നോളും. മഹാലക്ഷ്മിയും വന്നു ചേരും. പിതൃപ്രീതി ഉണ്ടാകും. നിങ്ങൾ ആ നാരായണനെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ, നിങ്ങളുടെ ആ DNA-യിൽ തന്നെ നിങ്ങളുടെ മുൻപ് ജീവിച്ചിരുന്ന ആളുകളുടെ ഒക്കെ ഒരു ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ DNA-യിലുണ്ട്. ആ DNA, നമ്മുടെ ശരീരത്തിലെ ആ DNA ഉൾപ്പെടെ ആ ഒരു ഈശ്വര നാരായണൻ എന്നുള്ള ചിന്തയിൽ, ആ ഒരു പ്രാർത്ഥനയിൽ, ഒരു സ്മരണയിൽ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മളുടെ പൂർവികരായിട്ടുള്ള മരണപ്പെട്ടിട്ടുള്ള ആ പിതൃക്കൾക്കും ആത്മാക്കൾക്കും എല്ലാം ഒരു ഭഗവാൻ നാരായണൻ്റെ അനുഗ്രഹം ഉണ്ടാകും. യാതൊരു സംശയം വേണ്ട. കാരണം നമ്മളൊരു തലമുറയുടെ ഭാഗമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമ്മളുടെ കുടുംബത്തിന്, നമ്മുടെ DNA-യുമായി ബന്ധപ്പെട്ട എല്ലാവരിലും അതിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകും. സംശയം വേണ്ട. ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. ഓം നമോ നാരായണായ നമ എന്ന് ജപിക്കരുത്. കാരണം ഓം നമോ നാരായണ എന്നുള്ളതാണ് കറക്റ്റ്. അത് അഷ്ടാക്ഷരമാണ്. ഓം ന മോ ന ര, ഇത്ര 5ആയി. യ ന യ, എത്രയായി? 8 അക്ഷരമായി. അതിനകത്ത് ഓംകാരമുണ്ട്. ഓംകാരം നമ്മൾ സാധാരണ മന്ത്രങ്ങൾ, പല മന്ത്രങ്ങളിലും ഓംകാരം ചേർത്താണ് ജപിക്കുന്നത്. ഇവിടെ ഓംകാരം ചേർക്കേണ്ട കാര്യമില്ല. ഓംകാരം ആ അഷ്ടാക്ഷരത്തിനകത്തുണ്ട്. ഓംകാരം തന്നെയാണ് പരബ്രഹ്മം, അതുതന്നെയാണ് പരമേശ്വരൻ, അതുതന്നെയാണ് സർവ്വതും. അത് ആ ഓം നമോ നാരായണക്കകത്ത് ഉണ്ട്, ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അഷ്ടപ്രകൃതികളെയും നിയന്ത്രിക്കാൻ കഴിവുണ്ട് ഓം നമോ നാരായണായക്ക്. ഒരുപാട് അത്ഭുത ശക്തിയുള്ളൊരു മന്ത്രമാണ്.
ഓം നമോ നാരായണായ ഒരു വ്യക്തിയെ ചിന്തിച്ചുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് ആ വ്യക്തിക്ക് എന്ത് മാറ്റമാണോ ഉണ്ടാകേണ്ടത് അത് ചിന്തിച്ചുകൊണ്ട് ജപിച്ചാൽ തന്നെ ആ വ്യക്തിയിൽ മാറ്റം ഉണ്ടാകും. ഇത് കൃത്യമായ അനുഭവങ്ങളിലൂടെ മനസ്സിലായ കാര്യമാണ്. ഇപ്പം നിങ്ങളുടെ മക്കളെ ചിന്തിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവർക്ക് എന്ത് മാറ്റമാണോ ഉണ്ടാകുന്നത് അത് ഉണ്ടായതായി സങ്കല്പിച്ച് സന്തോഷത്തോടെ പൂർണ്ണ വിശ്വാസത്തോടെ ഓം നമോ നാരായണായ പതിവായിട്ട് നിങ്ങളുടെ മക്കളെ ചിന്തിച്ചൊന്ന് ജപിച്ചു നോക്കി. നിങ്ങളോട് അടുപ്പമില്ലാത്ത മക്കളാണെങ്കിൽ പോലും നിങ്ങളെ വിളിക്കും, നിങ്ങളോട് സ്നേഹമായിട്ട് സംസാരിക്കും, നിങ്ങളും അവരുമായിട്ട് കൂടുതൽ ഐക്യത്തിലാകും. ഇത് ഞാൻ പറഞ്ഞ് ചെയ്തവർക്ക് ഒരുപാട് അനുഭവം ഉണ്ടായ കാര്യമാണ്. ഇത് അനുഭവം ഉണ്ടായ കാര്യമാണ് പറയുന്നത്, അല്ലാതെ അനുഭവം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്, ഉണ്ടായ കാര്യമായി പറയുന്നത്. അതുപോലെ ചെയ്താൽ നിങ്ങൾക്കും അനുഭവമാകും. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞു തരുന്നത്. പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ ഇത്രയും മനസ്സിലാക്കണം. വിളക്ക് കത്തിക്കുന്നത് എന്തിനാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഐശ്വര്യം വരാൻ വേണ്ടി എന്ന ചിന്തയോടുകൂടി ചെയ്യണം. അവിടെ തൊട്ടാണ് മാറ്റം ഉണ്ടാകുന്നത്. എന്തിന് രാവിലെ വിളക്ക് കത്തിക്കണം? അവിടെ രാവിലെ വീട്ടിൽ നിന്നാണ് ജോലിക്ക് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഒരു ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി വീട്ടിൽ വിളക്ക് കത്തിക്കാതെ പിന്നെ പോയി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അതിന് പകരമാകുമോ? ഇപ്പോൾ ഈ കടയൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്തിനാണ് വിളക്ക് കത്തിക്കുന്നത്? അതൊരു ഐശ്വര്യമാകാൻ വേണ്ടിയാണ്. ഇത് ഐശ്വര്യം ഉണ്ടാകേണ്ടവരും വീട്ടിൽ ചെയ്യാതെ വേറെ എന്തൊക്കെ എവിടെയെല്ലാം നടന്ന് ചെയ്താലും കാര്യമുണ്ടോ? ഇങ്ങനെ മനസ്സിലാക്കുക, തിരിച്ചറിവാണ് വേണ്ടത് ജീവിതത്തിൽ. എന്തുകൊണ്ട് ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, എപ്പോൾ ചെയ്യുന്നു എന്നുള്ള വ്യക്തമായ ബോധം വേണം. അതാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആ കാര്യത്തിൻ്റെ ആ ഒരു ഫലത്തിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ ചുമ്മാ ആരെങ്കിലും പറയുന്ന കേട്ടുകൊണ്ട് എന്നായെങ്കിലും ചെയ്യുക, അങ്ങനെയുള്ളൊരു ജീവിതം മുഴുവൻ ഒരു ലക്ഷ്യമില്ലാതെ അലയത്തേ ഉള്ളൂ. കൃത്യം എന്തു ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം, എന്തിനു വേണ്ടി ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഈ കാര്യങ്ങൾ അറിയാവുന്നവരാണ് കൃത്യമായിട്ട് ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിലെത്തുന്നത്. അല്ലാതെ ചുമ്മാ ഇങ്ങനെ അവിടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കും, അതിലൊന്നും കാര്യമില്ല. ഇപ്പോൾ ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും വിളക്ക് കത്തിക്കുന്ന കാര്യം പറയാം. വിളക്ക് 5 തിരിയിട്ട് തന്നെ കത്തിക്കണം. അതന്നെ 5 തിരിയിട്ട് കത്തിക്കേണ്ടത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞ് അങ്ങനെ ചെയ്തവർക്കെല്ലാം അതിൻ്റെ ബലം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് 5 തിരിയിട്ട് കത്തിക്കുക? അവിടെ ലാഭമൊന്നും നോക്കണ്ട, അതിന് ചിലവ് വരുന്നതിന് ചിലവായിക്കോട്ടെ, അവിടെ ഒരു ലാഭവും നോക്കണ്ട. ഒരു കാര്യം ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യുക, നമുക്ക് പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ ചെയ്യുക, അത്രയും ചിന്തിച്ചാൽ മതി. എന്തുകൊണ്ടാണ് 5 തിരിയിട്ട് കത്തിക്കുന്നത്? 5 വശങ്ങൾ, 4 ദിക്കും പിന്നെ ഒരു വടക്ക് കിഴക്ക് എന്ന് പറഞ്ഞ ഒരു ദിക്കും, ഇങ്ങനെ 5 തിരി കത്തിക്കുമ്പോൾ ആ വിളക്കിൻ്റെ ചുറ്റും ആ പ്രകാശം പരക്കുകയാണ് വൃത്താകൃതിയിൽ. ചുറ്റും പ്രഭ വിതറുകയാണ് ആ എനർജി. അങ്ങനെ ആ ചുറ്റും വരുമ്പോഴാണ് അവിടെ മുഴുവൻ ആ വ്യാപിക്കുന്നത് ആ എനർജി. അപ്പോൾ ആ വീട് മുഴുവൻ ആ ശരിയായ രീതിയിൽ ശരിയായൊരു കണക്കിൽ ആ വിളക്കിൽ നിന്ന് വരുന്ന ആ പ്രകാശമാകുന്ന എനർജി വ്യാപിക്കുമ്പോഴാണ് അതുകൊണ്ട് ബലമുണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ 5 തിരി തന്നെ കത്തിക്കണം. വിളക്കിൻ്റെ ചുറ്റും വൃത്താകൃതിയിൽ ഒരേ അളവിൽ ആ പ്രഭ ഉണ്ടാകുമ്പോഴാണ് അത് ഒരേ കണക്കിൽ ആ വീട് മുഴുവൻ വ്യാപിക്കുന്നത്, അല്ലെങ്കിൽ ചുറ്റും വ്യാപിക്കുന്നത്. ഇപ്പോൾ ഏതൊരു കണക്കിൽ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്, അല്ല ചുമ്മാ ചെയ്യുമ്പോഴല്ല. അതുകൊണ്ടാണ് ഒരു പ്രാണായാമമാണല്ലോ, അതൊരു കണക്ക് ചെയ്യണം. നിങ്ങൾ ഏത് കാര്യം ഒരു സമയനിഷ്ഠ പാലിക്കണം. ഏതൊരു സമയം എന്ന് പറഞ്ഞാൽ ഒരു മെഷർമെൻറ്റാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ 6 മണിക്ക് ഞാൻ മന്ത്രം ജപിക്കണമെന്ന് വിചാരിക്കുക. നാളെ രാവിലെ ഞാൻ 6 മണിക്ക് ആ മന്ത്രം ജപിച്ചാൽ ആ മന്ത്രം കൊണ്ട് എനിക്കൊരു ഫലം ഉണ്ടാകും. ആ ഒരു കണക്ക് ചെയ്യുമ്പോഴാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു കാര്യം ചെയ്യുന്നു, അടുത്ത മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ചെയ്യുന്നു. അതൊരു കണക്കാണ്, ഒരു മെഷർമെൻറ്റാണ്, അത് ഒരളവാണ്. അപ്പോൾ കണക്കിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പെട്ടെന്ന് ശരീരം, മനസ്സ്, ബോധം പ്രതികരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകും, അല്ലാതെ പെട്ടെന്ന് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ നിങ്ങൾ ദിവസവും രാവിലെ ഒരു 4 മണിക്ക് അലാം വെച്ച് എഴുന്നേക്കുന്നു. നിങ്ങൾ ഒരു ദിവസം അലാം വെച്ചില്ലെങ്കിലും ആ സമയത്ത് നിങ്ങൾ ഉണരും. എന്തുകൊണ്ടാണ്? ഈ 4 മണി തൊട്ട് അടുത്ത ദിവസം 4 മണി വരെ എന്നുള്ള ഒരു കണക്കാണ്, ഒരു മെഷർമെൻറ്റാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ശരീരവും ബോധവും മനസ്സും ആ കണക്കിനോട് പ്രതികരിക്കുന്നു. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അലാം വെച്ചില്ലെങ്കിലും 4 മണിയാകുമ്പോൾ, ഇപ്പം പല ദിവസം അലാം വെക്കുന്നു, ഒരു ദിവസം അലാം വെച്ചില്ലെങ്കിലും 4 മണിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണരും. കാരണം ശരീരവും മനസ്സും ബോധവും ആ കണക്കിനോട് പ്രതികരിക്കും. ഇതിൽ കൂടുതൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കണക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 തിരി ഇടുന്ന അതൊരു ആ ചുറ്റും ആ വിളക്കിൻ്റെ ചുറ്റും ഒരു പ്രഭ വിടരുകയാണ്. ആ എനർജി, ആ പ്രകാശം ദീപത്തിൽ നിന്നുള്ള അതൊരു ചുറ്റും വരുമ്പോഴാണ് അത് കൃത്യമായിട്ടൊരു കണക്കാകുന്നത്. മനസ്സിലായില്ല? 5 സൈഡിലേക്കും ഒരേ രീതിയിൽ പ്രഭ ചൊരിയുകയാണ്. അപ്പം അത് കൃത്യമായി ചുറ്റും വ്യാപിക്കുകയാണ്. അങ്ങനെ വ്യാപിക്കുമ്പോഴാണ് അതൊരു നമ്മൾ നോക്കുമ്പോൾ നമ്മൾ 5 തിരി ഇടുന്ന നമ്മുടെ മനസ്സിന് നല്ലൊരു അനുഭവമാണ്. അത് കണക്കിലാകുമ്പോൾ
അപ്പം അങ്ങനെ ചെയ്യുക, അത് നന്നായിരിക്കും. രാവിലെയും വൈകിട്ടും വിളക്ക് തെളിയിക്കണം. വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് ഇച്ചിരി ചാണകവെള്ളം തളിക്കുന്നത് നല്ലതാണ്. അത് വളരെ ഐശ്വര്യപ്രദമായിട്ട് അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. അനുഭവത്തിൽ അത് ശരിയാണെന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അതിലെ കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ ചെയ്യുന്നവർക്ക് നല്ല മാറ്റം ഉണ്ടായതായിട്ട് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ആവശ്യമുണ്ട് ചെയ്യുക, ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടം. അപ്പം പച്ചച്ചാണകം കിട്ടത്തില്ല, ഇച്ചിരി ഉണക്കച്ചാണകം ആണെങ്കിലും മേടിച്ച് പേരിന് വെള്ളം ചാലിച്ച് രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് തളിക്കുക. അങ്ങനെ ഈ കൃത്യമായിട്ട് ചെയ്ത ചില കുടുംബങ്ങളിൽ നല്ല ഐശ്വര്യമായിട്ട് അവരുടെ മക്കളാണെങ്കിലും മക്കളാണെങ്കിലും എല്ലാം നല്ല ഒരു രീതി വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവരിത് കൃത്യമായിട്ട് ആചരിച്ച് പോകുന്ന ഈ ചാണകം തളിക്കുന്ന വിളക്ക് കത്തിക്കുന്നത് അങ്ങനെ നേരിട്ട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ പുറകിലുള്ള കാരണം എനിക്കറിയില്ല, പക്ഷെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആചരിച്ച് വരുന്ന ആ കാര്യം നല്ലതാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് പറഞ്ഞു തരുന്നതാണ്. ആവശ്യമുണ്ട് നിങ്ങൾക്ക് ചെയ്യാതിരിക്കാം, നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ ചെയ്തവരെല്ലാം അതൊരു ഐശ്വര്യം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി വിളക്ക് കത്തിക്കുമ്പം വീട്ടിൽ എൻ്റെ അഭിപ്രായത്തിൽ നിലവിളക്ക് തന്നെയാണ് വീട്ടിൽ നല്ലത്. നിലം തൊട്ടിരിക്കുക എന്നാണ് നിലവിളക്കെന്ന് പറയുന്നൊരർത്ഥം. അപ്പം നമ്മൾ ആ വീട്ടിൽ ആ നിലവിളക്ക് പീഠത്തിൽ വെക്കാം, അല്ലെങ്കിൽ തട്ടത്തിൽ വെക്കാം. എന്താണേലും നിലമായിട്ട് ടച്ച് വരുന്നുണ്ട്. പിന്നെ പീഠത്തിലും തട്ടത്തിലും വെക്കുന്നത് നാം അതിനൊരു പ്രാധാന്യം കൊടുക്കുന്നു. നമ്മളൊരു സ്ഥാനം കൊടുക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ അതിനൊരു സ്ഥാനമുണ്ടാകുന്നത്. നാം ആ ചെയ്യുന്ന കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ അതിനൊരു പവിത്രത ഉണ്ടാകുന്നത്. അപ്പോൾ തട്ടത്തിലോ അല്ലെങ്കിൽ പീഠത്തിലോ ഒക്കെ വയ്ക്കാം. വിളക്കിൻ്റെ മുന്നിൽ വെള്ള പൂക്കളും ചുവന്ന പൂക്കളും വെക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഉള്ളിടത്ത് വളരെ ഐശ്വര്യം ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ചെമ്പരത്തിപ്പൂ മൊത്തമായിട്ട് വെക്കുന്നത് നല്ല മാറ്റം കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാം. വിളക്ക് 5 തിരി തന്നെ ഇട്ട് കത്തിക്കുക. കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, തെക്ക് ഇങ്ങനെ ഇടുക. ഇപ്പോൾ ഇത് പല രീതിയിൽ കത്തിക്കുന്നവരുണ്ട്. കിഴക്ക് തിരി കത്തിക്കുന്നവരുണ്ട്, പിന്നെ പടിഞ്ഞാറ് കത്തിക്കുക, അങ്ങനെ പല രീതിയിൽ കത്തിക്കുന്നവരുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കത്തിക്കുന്നത്. അപ്പം 5 തിരി ഇടണം, 5 തിരിയും കത്തിക്കണം. സാധാരണ കിഴക്ക് തിരിയാണ് ആദ്യം കത്തിക്കുന്നത്. പിന്നെ പല രീതിയിൽ കത്തിക്കുന്നവരുണ്ട്. കിഴക്ക് കത്തിച്ചിട്ട് ചിലർ പടിഞ്ഞാറ് കത്തിക്കും, പിന്നെ വടക്ക് കത്തിക്കും. എങ്ങനെ കത്തിച്ചാലും ആദ്യം കിഴക്കും തുടങ്ങുക. അത് എങ്ങനെയാണേലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എന്താണേലും അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പം 5 തിരിയും കത്തിക്കണം, കിഴക്കും തുടങ്ങുക, അത്രയാണ്. പിന്നെ ഈ വിളക്ക് കരിന്തിരി കത്താതിരിക്കാൻ പരമാവധി ശ്രമിക്കണം. കാരണം കരിന്തിരി കത്തുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ്, നിങ്ങളുടെ ഒരു പിടിപ്പുകേടാണ്. അങ്ങനെ ഒരു ശ്രദ്ധയില്ലായ്മ നിങ്ങൾക്കുണ്ടെന്ന് കരിന്തിരി കത്തുമ്പോൾ ആ ദൃഷ്ടാന്തത്തിലൂടെ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകുകയാണ്. നിങ്ങൾക്ക് അല്പം ഒരു ശ്രദ്ധക്കുറവില്ല, ഒരു പിടിപ്പുകേട് ഉണ്ട് എന്നുള്ള ഒരു ചിന്ത നിങ്ങളറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കുണ്ടാകും. അത് നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രവർത്തനങ്ങളെയും ബാധിക്കും. അതുകൊണ്ടാണ് കരിന്തിരി കത്തരുക എന്ന് പറയുന്നത്. കാരണം അത് കാണുന്നത് നിങ്ങളാണ്. അത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അയ്യോ നിങ്ങളുടെ പിഴവ് കൊണ്ടാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ വീട്ടിലുള്ള അത് കത്തിക്കുന്നവരുടെ പിഴവ് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പിഴവ് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ അതൊരു ന്യൂനത പോലെ മനസ്സിൽ തോന്നും. അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെന്ന് കഴിയുമ്പം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു ന്യൂനത ഉള്ളതായിട്ട് നിങ്ങളുടെ ബോധം റീഡ് ചെയ്യും. അതുകൊണ്ടാണ് ഈ കരിന്തിരി കത്തരുത് ഒരു കാരണവശാലും. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ന്യൂനത ഇല്ലാതെ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ കരിന്തിരി കത്തിയാൽ തന്നെയും ആ തിരി നിങ്ങൾ കത്തിക്കരുത്. ആ തിരി മാറ്റി വെച്ചിട്ട് വേറെ തിരി വേണം കത്തിക്കാൻ. ഇനി കരിന്തിരി കത്തിപ്പോയെന്ന് വെച്ചോ മൊത്തം, അല്ല കുറേ കരിന്തിരി, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു പുഷ്പം എടുക്കുക, എന്നിട്ട് സർവമംഗളമംഗല്യെ ജപിച്ച് ഓം നമോ നാരായണായം കൊണ്ട് ജപിച്ച് ആ പുഷ്പം കൊണ്ട് ഓരോ കരിന്തിരിയിലും അമർത്തുക. പിന്നെ ആ കൂർച്ചത്തെ ഓം നമോ നാരായണ ഞാൻ പറഞ്ഞ പോലെ ജപിക്കുക. ഒരു കുഴപ്പമില്ല, ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് മനസ്താപമൊന്നും വേണ്ട. ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമുണ്ട്. അത് നമുക്കൊരു പക്ഷേ അറിയത്തില്ലെന്നേ ഉള്ളൂ, പരിഹാരമില്ലാഴികയില്ല. അത് ഏതൊരു കാര്യത്തിനും 2 വശമുണ്ട്. 2 വശമുണ്ട്. ഒരു കുന്നുണ്ട്, ഒരു ഇറക്കമുണ്ട്. ഒരു പ്രശ്നമുണ്ട്, ഒരു പരിഹാരമുണ്ട്. ഒരു പക്ഷേ നമുക്ക് ശരിയായ പരിഹാരം അറിയത്തില്ല എന്ന് കരുതി പരിഹാരം ഇല്ല എന്നതിന് അർത്ഥമില്ല. ഏതിനും ഉണ്ടത്. അത് കണ്ടെത്തുന്നതിലാണ് ഈശ്വരാധീനം. അതുകൊണ്ട് നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട, അത് ചെയ്താൽ മതി. അല്ല കരിന്തിരി കത്തി അഥവാ അറിയാതെ കരിന്തിരി കത്തിയെന്ന് വെച്ചാൽ മനസ്സാപ്പേണ്ട കാര്യമില്ല. ഇനി ഓരോ തിരിയും കത്തിക്കുമ്പോഴും കെടുത്തുമ്പോഴും ഈശ്വര സ്മരണയോടുകൂടി വേണം, അപ്പോഴേ അത് ഫലമാകത്തുള്ളൂ. അപ്പം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. സർവാർത്ഥങ്ങളും അമ്മ നൽകും. ദേവിയുടെ എല്ലാ ഭാവങ്ങളും വരുന്നുണ്ട്. അതിനപ്പുറത്തൊന്നുമില്ല ആ സ്തുതിക്ക്. അതൊരു തവണ ജപിക്കുക.
ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഒരു തവണ ജപിക്കുക. ഓം കൃഷ്ണായ നമ ഒരു തവണ ജപിക്കുക. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് ഇതൊരു തവണ ജപിക്കുക. ഇങ്ങനെ ഈ പറഞ്ഞ 4 കാര്യങ്ങളും ഓരോ തവണ ജപിച്ചുകൊണ്ട് ഓരോ തിരിയും കത്തിക്കുക. കെടുത്തുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? തിരി കെടുത്തുമ്പോൾ തിരി താഴ്ത്തി കെടുത്താം. അതാണ് നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എൻ്റെ അഭിപ്രായം പറഞ്ഞത്. അത് ഏത് മന്ത്രജപത്തോടു കൂടി വേണം. മനസ്സിലാകുന്നുണ്ടോ? ഏത് മന്ത്രം? സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഇത് രണ്ടും ജപിച്ചുകൊണ്ട് വേണം തിരി താഴ്ത്താൻ. ഓരോ തിരിയും മനസ്സിലായതുള്ളൂ. അങ്ങനെ വേണം ഓരോ തിരിയും കെടുത്താൻ, താഴ്ത്തി കെടുത്താൻ. അത് നമ്മൾക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ഈ സാമ്പ്രാണിയുടെ ഈ കമ്പുണ്ടല്ലോ, കമ്പ് കൊണ്ടോ ഒക്കെ താഴ്ത്താം. ഈ മന്ത്രം ജപിച്ചു, ഈ രണ്ടും ജപിച്ചുകൊണ്ട് വേണം തിരി താഴ്ത്താൻ. പിന്നെ കെടുത്തിക്കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണെന്ന്. വലതുകാലം മുന്നോട്ട് വെച്ച് ആ വിളക്കിൻ്റെ കൂർച്ചത്തെ നിങ്ങളുടെ വലത് കൈയുടെ ഉള്ളം കൈ വെച്ച് ഓം നമോ നാരായണായ ഭഗവാനെ പൂർണ്ണമായിട്ടും മനസ്സ് ചെന്ന് ജപിച്ച് ഒരു തവണ ജപിച്ച്, പിന്നെ ആ വിളക്ക് കത്തിക്കുന്നതൊന്നും വടക്കോട്ട് മാറി നിന്നു അല്പം വടക്കോട്ട് മാറി എന്ന് പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. ഭഗവാനെ വലത് കൈ എടുത്ത് വലത് നെഞ്ചിൻ്റെ സൈഡിൽ പിടിച്ച് കാലെങ്ങനെ വേണേലും വെക്കാം. ഓം നമോ നാരായണായ ജപിക്കുക. ഇനി വലത് കാലോട് അല്പം മുന്നോട്ട് വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണ്? പടിഞ്ഞാറ് പാലാഴി എന്ന സങ്കല്പത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ആ സങ്കല്പം കൂടെ വരുമ്പോഴാണ് പൂർണ്ണമാകുന്നത്. പൂജ എന്ന് പറഞ്ഞാൽ പൂർണ്ണതയിൽ നിന്നുണ്ടാകുന്ന പൂർണ്ണമായ സങ്കല്പവും ആ സങ്കല്പത്തിൽ നിന്നുണ്ടാകുന്ന സമർപ്പണവും ചെയ്യുമ്പോഴാണ് പൂജ പൂർണ്ണമാകുന്നത് എന്ന് പറഞ്ഞ പോലെ ഏതൊരു കാര്യത്തിനും സങ്കല്പം പൂർണ്ണമാകുമ്പോഴാണ് അത് ഫലമുണ്ടാകുന്നത്. ഇപ്പം ക്രിയായോഗം എനിക്ക് എൻ്റെ ഗുരുനാഥൻ തന്നെങ്കിലും ആ ഒരു സങ്കല്പം ഗുരു തന്നിട്ടുണ്ട്. ആ സങ്കല്പത്തോടു കൂടി ആ ക്രിയായോഗം ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. സങ്കല്പത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഐൻസ്റ്റീൻ ആണെങ്കിലും പറഞ്ഞിരിക്കുന്നത് സങ്കല്പം ഭാവനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ്. ഈ സങ്കല്പം ആ ഭാവന വലിയൊരു കാര്യമാണ്. ശരിയായ ഭാവന, വേണ്ട അളവിലുള്ള ഭാവന, അത് ക്രിയേറ്റീവായിട്ടുള്ള ഭാവന, അല്ലാതെ ഈ അതിര് കടന്ന ഭാവനയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇല്ലാതെ ഒരുപാട് ഈ ഹാലൂസിനേഷൻ്റെ കാര്യമല്ല പറഞ്ഞത്. പ്രായോഗികമായ ഭാവന അത് വളരെ നല്ലതാണ്. ഒരു കാര്യത്തിന് വേണ്ട ഭാവന, ആ ഭാവനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കി, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. അപ്പം ഇനി വിളക്കിൻ്റെ നാളത്തെ നോക്കി ശിവമന്ത്രം ജപിച്ചിട്ടും മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിച്ചാലും വളരെ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. വിളക്കിൻ്റെ നാളത്തെ നോക്കി, കിഴക്ക് ദിക്കിലുള്ള നാളത്തെ നോക്കി ശിവോഹം ജപിക്കുക. ഓം ഒരു 3 തവണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ജപിക്കാം. അത് കഴിഞ്ഞ് ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. ഹ്രീമ ഹായ കേട്ടോ, കാ ജപിക്കരുത്. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. ഇതൊരു മിനിറ്റ് ജപിക്കുക, അല്ലെങ്കിൽ ഒരു 3 തവണ ജപിക്കുക. ശിവോഹം 3 തവണ ജപിച്ച ശേഷം ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഇതൊരു 3 തവണ ജപിക്കുക. സമയമുണ്ടെങ്കിൽ ഓരോ മിനിറ്റ് വീതം ജപിക്കാം. വിളക്കിൻ്റെ നാളത്തെ നോക്കി പെട്ടെന്ന് ഫലമുണ്ടാകും. അഗ്നിയെ നോക്കി ശിവമന്ത്രങ്ങൾ ജപിച്ചാൽ പെട്ടെന്ന് ഫലമുണ്ടാകും. ശിവമന്ത്രങ്ങൾ ജപിച്ചിട്ട് മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിച്ചാൽ പെട്ടെന്ന് ഫലമുണ്ടാകും. ഇത് നിങ്ങൾ ചെയ്തോളുക, നിങ്ങളുടെ സൗകര്യം പോലെ ഒക്കെ ചെയ്യുക. ഇപ്പം ഇങ്ങനെ വിളക്ക് തെളിയിക്കുക. ഇപ്പം ഇതിത്ര നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെ ചെയ്താൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. ഒരു കാര്യം ചെയ്യേണ്ട രീതിയിൽ ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് ഫലമുണ്ടാകുന്നത്. അല്ലെങ്കിൽ അത് വെറും യാന്ത്രികമായി പോകും എന്ന് തന്നെയാണ്. അപ്പോൾ ഈ വിളക്കിൻ്റെ നാളത്തെ നോക്കി നിങ്ങൾ ശിവമന്ത്രങ്ങൾ ജപിച്ചാൽ പെട്ടെന്ന് ഫലമുണ്ടാകും. വിളക്കിൻ്റെ നാളത്തെ നോക്കി. ഇനി നമ്മൾ 5 തിരി ഇടുമ്പം ഈ ഓരോ തിരിയും ഓരോ ദിക്കിലേക്കാണ് ഇടുന്നത്. ഒരു തിരി മാത്രം എന്തുകൊണ്ടാണ് ഈ വടക്ക് കിഴക്ക് ദിക്കിലിടുന്നത്? എൻ്റെ അറിവാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ശരിയാകാൻ തെറ്റാകാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, സ്വീകരിക്കാതിരിക്കുക. അതായത് ഇപ്പം കിഴക്ക് ഒരു തിരി ഇട്ടു, വടക്ക് തിരി ഇട്ടു, പടിഞ്ഞാറ് തിരിയിട്ടു, തെക്ക് തിരിയിട്ടു, അത്രയും മനസ്സിലായി. ഓരോ ദിക്കിനെയും പ്രചോദിപ്പിക്കുകയാണ് അല്ലേ, 4 ദിക്കിനെയും. പിന്നെ വടക്ക് കിഴക്കൂടെ ഒരു തിരി ഇടാറുണ്ട്, 5 തിരി. അതെന്താ വടക്ക് കിഴക്കൂടെ ഒരു തിരി ഇടുന്നത്? അതുമാത്രം എന്തുകൊണ്ടാണ് ഇടുന്നത്? എൻ്റെ അറിവാണ് പറഞ്ഞു തരുന്നത്. കിഴക്ക് ദിക്കിനും വടക്ക് ദിക്കിനും വളരെ പ്രാധാന്യമുണ്ട്. കിഴക്കോട്ട് നോക്കി മന്ത്രങ്ങൾ ജപിച്ചാലും വടക്കോട്ട് നോക്കി മന്ത്രങ്ങൾ ജപിച്ചാലും ഏകദേശം തുല്യ ഫലം തന്നെയാണ്. അത് മന്ത്രജപം അറിയാവുന്നവർക്കറിയാം.
അതുപോലെ തന്നെയാണ് വടക്ക് കിഴക്ക് ദിക്കിനും വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഈ കിഴക്ക് ദിക്കിനെയും വടക്ക് ദിക്കിനെയും ഇടയിൽ അത്രയും ഭാഗത്തെ പ്രചോദിപ്പിക്കുന്നത് തന്നെയാണ് വടക്ക് കിഴക്ക്, അതിൻ്റെ മധ്യത്തിലുള്ള ആ ദിക്ക്. അപ്പോൾ വടക്ക് കിഴക്ക് ദിക്കിനും വളരെ പ്രാധാന്യമുണ്ട്. ഈശ്വരീയമായ ഒരു ചൈതന്യം കൂടുതലുള്ള ദിക്കായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ വടക്ക് കിഴക്കിൽ ദിക്കിൽ കൂടെ ഒരു ദീപം തെളിയിക്കുന്നത്. പറഞ്ഞ് മനസ്സിലാകും. അപ്പോൾ ആ ഒരു ദിക്കിനെ ബലപ്പെടുത്താൻ വേണ്ടി, അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി കൂടി തന്നെയാണ്. പറഞ്ഞ് മനസ്സിലാകും. അതെൻ്റെ ഒരു അറിവ് പറഞ്ഞതേ ഉള്ളൂ. അത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഇന്ന് മുതലൊന്ന് വിളക്ക് തെളിയിച്ചു നോക്കിക്കേ, ഒന്ന് മന്ത്രം ചൊല്ലി നോക്കിക്കേ. നിങ്ങളുടെ വീട്ടിൽ സമാധാനം, ഐശ്വര്യം എല്ലാം ഉണ്ടാകും. മക്കളാണേലും പറയുന്ന അനുസരിക്കും, അവർക്കാണേലും ഒരു ഉയർച്ച ഉണ്ടാകും, നിങ്ങൾക്കാണേലും ഉയർച്ച ഉണ്ടാകും. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ചെയ്യുന്ന തൊഴിലിലൊരു മാറ്റം ഉണ്ടാകും. ദിവസവും ചെയ്യണം. 1-2 തവണ ദിവസം ചെയ്തുകൊണ്ടോ പിന്നെ ഉഴപ്പിയിട്ടോ കാര്യമില്ല. ദിവസവും ഈ സങ്കല്പത്തോടു കൂടി ഇത്രയും കാര്യം മനസ്സിലാക്കി, എൻ്റെ വീട്ടിലൊരു ഐശ്വര്യം വരാനാണല്ലോ ഞാൻ വീട്ടിൽ വിളക്ക് തെളിയിക്കുന്നത് എന്ന ചിന്തയോടുകൂടി ആ വിളക്കിനെ വണങ്ങുമ്പോൾ എൻ്റെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി, ആ ഈശ്വരാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയാണല്ലോ ഈ വിളക്ക് കത്തിക്കുന്നത് എന്ന സങ്കല്പത്തിൽ വണങ്ങുക, അതിനെ ബഹുമാനിക്കുക. അഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നി പരബ്രഹ്മം തന്നെയാണ്. കാരണം ഒരു അഗ്നിയിൽ എത്ര അഗ്നി വേണേലും നമ്മൾ പകർന്നാലും ആ അഗ്നിയിലെ ദീപം അതുപോലെ തന്നെ നിൽക്കും, ഒരു കുറവും വരുന്നില്ല. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഈ അഗ്നി. വേറെ ഏത് കാര്യം നമ്മൾ എടുക്കും തോറും കുറയും. എന്നാൽ ഒരു വിളക്കിൻ്റെ നാളത്തെ നമ്മൾ എത്ര വിളക്കിൻ്റെ നാളം പകർന്നാലും, വേറെ വിളക്ക് കത്തിച്ചാലും അല്ലെങ്കിൽ വേറെ നാളം പകർന്നാലും ഈ നാളത്തിന് കുറവ് വരുന്നില്ല. അതുകൊണ്ടാണ് അഗ്നി പരബ്രഹ്മമാണെന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായി. എത്ര എടുത്താലും അതിൽ നിന്ന് കുറയത്തില്ല. അത് അഗ്നിക്ക് മാത്രമേ ഉള്ള ആ ഗുണം. വേറെ ആണെങ്കിൽ എടുക്കും തോറും കുറയും. അതുകൊണ്ടാണ് ബ്രഹ്മമാണെന്ന് പറയുന്നത്. ഒരിക്കലും അത് കുറയുന്നില്ല, അതുപോലെ തന്നെ നിലനിൽക്കുന്നു. പിന്നെ അഗ്നി എല്ലാത്തിനെയും ശുദ്ധീകരിക്കും. അഗ്നിക്ക് എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നതാണ് അഗ്നി. അതുകൊണ്ടാണ് ഭസ്മത്തിന് എത്ര പ്രാധാന്യം. അഗ്നി ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടാണ് ഭസ്മം പ്രാധാന്യവും, അത് ശിവന് ഏറ്റവും പ്രിയങ്കരവുമായി തീർന്നത് ഭസ്മം. അഗ്നി എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നതാണ്. എല്ലാവരുടെയും ശരീരത്തിൽ ചൂട് എന്നുള്ള ഒരു രീതിയിൽ അഗ്നിയുണ്ട്. അഗ്നി എല്ലാത്തിലും ഉണ്ട്. അഗ്നി ആ ജലത്തിന് ചൂട് ഒളിപ്പിക്കുമ്പോഴാണെങ്കിൽ അതിൽ അഗ്നി വരുന്നതുകൊണ്ട് ആ ചൂട് താപം ജലത്തിൽ ഉണ്ടാകുന്നു, താപം ഉണ്ടാകുന്നു. അല്ലേ, എന്തിലും ആ അഗ്നിയുടെ ആ ചൈതന്യം കടന്നു വരുന്നുണ്ട്. അത് ചൂടായിട്ടായിരിക്കാം, ആ ഒരു ഫോമിലായിരിക്കാം. അപ്പോൾ അഗ്നി എല്ലാത്തിലും ഉണ്ട്, എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നതാണ്. അഗ്നിയിൽ നിന്ന് എത്ര അഗ്നി പകർന്നാലും വീണ്ടും അത് തന്നെയായിട്ട് അവശേഷിക്കുന്നു. ഒരു വിളക്കിൽ നിന്ന് വേറെ വിളക്കിലേക്ക് കത്തിച്ചാലൊന്നും ആ വിളക്കിലെ ദീപം കുറയത്തില്ല, അതുപോലെ തന്നെ നിൽക്കും. അതുകൊണ്ടാണ് അഗ്നി ബ്രഹ്മമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശിവ ആരാധനകളിൽ ഈ നാദാ പരമ്പരയിലുള്ള ശൈവ സന്യാസിമാരൊക്കെ അഗ്നി അല്ലെങ്കിൽ ധൂനി എന്ന് അവർ പറയുന്നത് നോക്കി മന്ത്രങ്ങൾ ജപിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. ഇപ്പോഴും ഒരു വിളക്ക് തെളിയിച്ച് ആ വിളക്കിൻ്റെ നാളത്തെ നോക്കി നമശിവായ മന്ത്രം ജപിക്കുന്ന ത്രാടകം എന്ന വിദ്യയുണ്ട്. അത് ആജ്ഞാചക്രത്തിൽ ഉണർവുണ്ടാകാനും ആത്മബോധം ഉണ്ടാകാനും ഒക്കെ നല്ലത് തന്നെയാണ്. ആ ത്രാടകം എന്ന വിദ്യ ഇപ്പോഴും പലരും ചെയ്യുന്നുണ്ട്. അത് ശരിയായിട്ടൊരു ഗുരുവിൻ്റെ കീഴിൽ അഭ്യസിച്ച് ചെയ്താൽ വളരെ നല്ലതാണ് ത്രാടകം. അപ്പോൾ അഗ്നിയെ നോക്കിയാണ് ശിവമന്ത്രം ജപിക്കുന്നത്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ ഇതൊക്കെ അറിയാതെ, നമുക്ക് വേണ്ട കാര്യങ്ങൾ അറിയാതെ, നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു ദിവസം തുടങ്ങേണ്ട എങ്ങനെയാണെന്നറിയാതെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ഒരു കാര്യമില്ല. പണ്ടൊരു കഥയുണ്ടല്ലോ, അതായത് ഒരു പണ്ഡിതൻ വള്ളത്തെ പോകുന്ന ഒരു കഥ സ്കൂളിലൊക്കെ നമുക്ക് പുസ്തകത്തിൽ പഠിക്കാനുണ്ടായിരുന്നു. ആ പണ്ഡിതൻ വള്ളത്തിൽ പോകുമ്പോൾ ആ പണ്ഡിതൻ്റെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ കാറ്റും കോളും വന്നു കഴിയുമ്പോൾ തുഴക്കാരൻ ചോദിക്കും, അങ്ങേക്ക് നീന്തൽ അറിയാമോ? അയ്യോ, അത് മാത്രം എനിക്ക് അറിയത്തില്ല. എന്നാൽ അദ്ദേഹത്തിന് താങ്കളുടെ ജീവിതം ഇവിടെ ആപത്തിൽപ്പെടാൻ പോകുന്നു, താങ്കളെ ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല നീന്തൽ അറിയത്തില്ലെങ്കിൽ. അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത്, എനിക്ക് വേണ്ട കാര്യം അറിയത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു ദിവസം എങ്ങനെ തുടങ്ങണം എന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ അറിയാതെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞാലും എല്ലാ കാര്യങ്ങളും ചെയ്താലും വെള്ളത്തിൽ വരയ്ക്കുന്ന ഒരു വര പോലെയുള്ളൂ, അർദ്ധശൂന്യമാണ്. വേണ്ട കാര്യങ്ങൾ അറിയുക, അത് വേണ്ട പോലെ മനസ്സിലാക്കുക. ആര് പറഞ്ഞാലും അതിൻ്റെ പുറകിലുള്ള കാര്യകാരണങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ട്, അത് എങ്ങനെ, അല്ലെ കണ്ണടച്ച് ആര് പറഞ്ഞാലും വിശ്വസിക്കരുത്. ഞാൻ പറഞ്ഞാലും നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിച്ചാൽ മതി. ഞാൻ എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആര് പറഞ്ഞാലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രം സ്വീകരിക്കുക. അല്ലെ ഇന്ന ആൾ പറഞ്ഞുകൊണ്ട് അതൊക്കെ അറിവില്ലായ്മ ഉണ്ടാകും. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയാം. എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത്. അത് ആര് പറഞ്ഞാലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം.
അപ്പം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് അറിയേണ്ടത്. ഈ നല്ല കാര്യങ്ങളാണ് പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ടത്. ഇപ്പം ജീവിച്ചിരിക്കുന്നവർക്കും എല്ലാവർക്കും ഇത് ഗുണം തരുന്ന കാര്യങ്ങളാണ്. ഇതാണ് സനാതനധർമ്മം ലോകത്തെ പഠിപ്പിക്കുന്നത്. സനാതനധർമ്മം എന്ന് വെച്ചാൽ ആ ഋഷീശ്വരന്മാർ തൊട്ടുള്ള ഇങ്ങനെ പകർന്നു നൽകിയ അറിവുകളാണ് സനാതനധർമ്മം. സനാതനം എന്ന് വെച്ചാൽ എന്നും നിലനിൽക്കുന്ന എന്നർത്ഥം. അത് ഈശ്വരീയമായ കാര്യങ്ങളാണ്. ഇത്തരം നല്ല കാര്യം, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിന് മുഴുവൻ സുഖവും സമാധാനവും ഉണ്ടാകട്ടെ എന്നാണ് ആ ഋഷീശ്വരന്മാർ ഉദ്ഘോഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സനാതനധർമ്മം ഇന്നും നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ സനാതനധർമ്മം ചെയ്യുന്ന പല കാര്യങ്ങളും ശരിയാണെന്ന് ലോകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കൈകൂപ്പുന്നതാണേലും ശവങ്ങൾ ദഹിപ്പിക്കുന്നതാണേലും അതാണ് പ്രകൃതിക്ക് ചേർന്നതെന്ന് കൊറോണ സമയത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഓരോരുത്തരും ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ല നഷ്ടമാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ഇത് എനിക്ക് വേണ്ടിയല്ല ഞാനിത് ഇട്ടിരിക്കുന്നത്. ഇത് ഈശ്വരീയമായ നല്ല കാര്യങ്ങളാണ്. ഇത് എല്ലാവരും അറിയേണ്ട കാര്യങ്ങളാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് മാത്രം വരുത്തുന്ന കാര്യങ്ങളാണ്, ഗുണം മാത്രം തരുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സ്വയം അറിയാൻ ശ്രമിക്കുക, ഈശ്വരനെ അറിയാൻ ശ്രമിക്കുക, നമ്മളെ പറ്റുന്നിടത്തോളം നന്മകൾ ചെയ്യുക, എന്നിട്ട് ഈ ലോകത്ത് നിന്ന് കടന്നു പോവുക. എത്ര മനോഹരമായിരിക്കും അത്. അങ്ങനെ ഓരോ ദിവസങ്ങളും എത്ര മനോഹരമായ ഈശ്വര സ്മരണയോടുകൂടി നന്മയോടുകൂടി കടന്നു പോകാൻ ശ്രമിക്കുക. ജീവിത അന്ത്യത്തിൽ മരണപ്പെടുന്ന സമയത്ത് മാത്രം കുറേ നന്മ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മാത്രം ഈശ്വരനെ വിളിക്കുക. അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മൾ ഈശ്വരനെ നമ്മളുടെ ചെറുപ്പത്തിൽ തന്നെ, നമുക്ക് നന്മ ചെയ്യാൻ പറ്റുന്ന ആരോഗ്യമുള്ള പ്രായത്തിൽ തന്നെ നന്മയെ തിരിച്ചറിയണം. അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഈശ്വരാനുഗ്രഹം. നമ്മളിപ്പം മരിക്കുന്ന സമയത്ത് മാത്രം ഈശ്വരനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ, ജോലി ചെയ്യാൻ പറ്റുന്ന സമയത്ത്, ഒരു നന്മ ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഈശ്വരനെ അറിയണം, നന്മയെ അറിയണം, നന്മയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിലാണ് ജീവിതത്തിൽ ഏറ്റവും ഈശ്വരാനുഗ്രഹം. ഇപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം ശിവോഹം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ശിവോഹം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയുക. എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എല്ലാവരെയും എൻ്റെ അനുഭവങ്ങളാണ്, ഞാൻ കണ്ട ജീവിതങ്ങളാണ്, എൻ്റെ കാഴ്ചപ്പാടുകളാണ്. നിങ്ങളെ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.